ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി എന്താ പറയുക, ഒരു മിൽക്ക് ഷേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഏകദേശം എന്ന് പറയാം. ഓക്കെ, ഒരു കാര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ഫെലൂഡ മിൽക്ക് ഷേക്ക്. ഫെലൂഡ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഫേവറേറ്റാണ് ഫെലൂഡാസ്. എനിക്ക് ഐസ്ക്രീമിനെക്കാട്ടിലും ഇഷ്ടം എനിക്ക് ഫെലൂഡാസാണ്. ഞാൻ എവിടെയെങ്കിലും പോയാൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫെലൂഡയാണ് ഓർഡർ ചെയ്യാറ്. പിന്നെ ഫ്രൂട്ട് സലാഡും അതുപോലെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫെലൂഡ പോലത്തെ, എന്നാൽ ഫെലൂഡയാണോ അല്ല, ഫെലൂഡ പോലെ ഉള്ളൊരു മിൽക്ക് ഷേക്ക് ഭയങ്കര സ്വാദാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വെർമിസിലി അഥവാ സേമിയ. ഒരു 1/2 കപ്പ് സേമിയ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 2 കപ്പ് വെള്ളത്തിൽ നമ്മളത് വേവിച്ചെടുക്കുക. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ആദ്യം വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് കറക്റ്റ് ഞാൻ അളന്ന് വെച്ചതാണ്, 2 കപ്സ്. ഓക്കെ, ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഈ 1/2 കപ്പ് വെർമിസിലി അഥവാ സേമിയ. ഇത് റോസ്റ്റഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, റോസ്റ്റഡ് അല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ റോസ്റ്റഡ് അല്ല, സാധാരണ വെർമിസിലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇതിൽ എത്ര ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇടാം നമുക്ക്. അപ്പോൾ കപ്പലണ്ടി ഇടാം, പിന്നെ എന്താ പറയുക, അണ്ടിപ്പരിപ്പ് ഇടാം, ബദാം ഇടാം, പിസ്ത ഇടാം, എന്താണെങ്കിലും ഇടാം, വാൾനട്ട്സ് ഇടാം, കിസ്മിസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ചെറീസൊക്കെ ഇടാം. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അതും കൂടി ചെയ്ത് വയ്ക്കാം. വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ട് വെർമിസിലി അഥവാ സേമിയ ഇട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേകണം. സാധാരണയായിട്ട് സേമിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പായസത്തിനല്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കേസരി ഉണ്ടാക്കും, സേമിയ കേസരി, അങ്ങനെയുള്ള കാര്യങ്ങൾ, സേമിയ ഉപ്പുമാവ്, അപ്പോൾ അത്തരം കാര്യങ്ങൾ. പക്ഷേ മിൽക്ക് ഷേക്ക് അങ്ങനെ ആദ്യം ചെയ്യാറില്ലല്ലോ, കുറവല്ലേ. നമ്മൾ ഫെലൂഡ മിൽക്ക് ഷേക്ക് ആക്കി മാറ്റുന്നു വെർമിസിലി. ഇതെൻ്റെ പഴയ ബുക്കിലുണ്ടായിരുന്നതാണ്, അതായത് മാജിക് അവൻ്റെ 3rd ബുക്ക്. കുറേ നാൾ മുന്നേ ഞാൻ ചെയ്തതാണ് മാജിക് അവനിൽ ഈ ഒരു റെസിപ്പി. വളരെ വളരെ ടേസ്റ്റിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റെസിപ്പി. പ്രത്യേകിച്ച് പറഞ്ഞാൽ നോമ്പ് കാലത്തേക്കൊക്കെ പറ്റിയ കാര്യമാണ്. നോമ്പിൻ്റെ സമയത്താണ് ഇത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്നത്. അല്ലാത്ത സമയം കുടിക്കാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇനി നമുക്ക് വെർമിസിലി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേകണം. പാകത്തിന് വെന്ത് ഏകദേശം വെള്ളമൊക്കെ കുറേയൊക്കെ വിറ്റും. അപ്പോൾ നോക്കി, സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചാറും ബാക്കിയുണ്ട്, കുഴപ്പമില്ല. ഇനി തീ ഓഫ് ചെയ്തിട്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, ഈസി ആയിട്ട് വെന്തിട്ടുണ്ട്, ഫാസ്റ്റ്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് നേരം ഇരിക്കട്ടെ, ഒന്ന് കൂൾ ഡൗൺ ആകണം. എന്നാലല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൂളായി കഴിഞ്ഞിട്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ആവിയൊക്കെ പോട്ടെ, പെട്ടെന്ന് തണുപ്പിക്കാം. നമ്മുടെ വെർമിസിലി തണുത്ത് കഴിഞ്ഞു. ഞാൻ AC-യുടെ താഴെ കൊണ്ട് വെച്ചിരിക്കുമായിരുന്നു. ഓക്കെയാണ്. ആ ഒരു ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട്, അപ്പോൾ ഇങ്ങനെ കുറുകിയ രീതിയിൽ ആ ചാറ് കുറച്ചുകൂടി തിക്കായി. ഇനി മിക്സിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചു. നോക്കിയേ, അത്യാവശ്യം നല്ല ഒരു കുറുകിയ പേസ്റ്റ് മാതിരിയായി. നമ്മൾ ഈ കപ്പി കാച്ചി എടുക്കില്ലേ അപ്പത്തിൻ്റെ, അതുപോലെ ഇരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ലൂസർ ഫോം. ഇനി ഇതിനകത്ത് 2 കാര്യങ്ങൾ. ഒന്ന് പാല്, നല്ല ചിൽഡായിട്ടുള്ള പാല്, പറ്റുമെങ്കിൽ കുറച്ചൊക്കെ ഐസ് പോലെ ആയ പാല്, അതും പിന്നെ ഐസ്ക്രീം. ഇത് 2 ഫ്രീസറിലാണ് എടുത്തിട്ട് വരാം. കട്ട പിടിച്ചിട്ടില്ല എങ്കിലും നല്ല ഇങ്ങനെ ചിൽഡായിട്ടിരിക്കുന്നു. അത് ഇതിനകത്തേക്ക് ഒഴിക്കാം. 1/2 ലിറ്റർ പാൽ. നോക്കിക്കോളൂ, കുറച്ച് ഐസാകാൻ പോവുകയാണ്. കുറച്ച് അങ്ങനെ ഐസ് ഫോർമേഷൻസ് വന്നു കഴിഞ്ഞു. ഐസ് ചെറുതായിട്ട് ഐസ് ഫോമിലേക്ക് ഇത് നോക്കി, കുറച്ച് ഐസ് പോലെ ആയില്ലേ, ഐസ് പാർട്ടിക്കിൾസ്.
ഇങ്ങനെ ആക്കിയിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭയങ്കര ഫ്രോസണും അല്ല, അങ്ങനെ. ഇനി അഥവാ ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ തല്ലി പൊട്ടിച്ച് ഇതുപോലെ ആക്കുക, എന്നാലേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ മിക്സിയുടെ ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബോധോദയം തോന്നി. അതായത് അതിനകത്ത് ക്വാണ്ടിറ്റി നിൽക്കില്ല, കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി വലിയൊരു ബ്ലെൻഡർ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ബേസും കൂടി എടുത്ത് വയ്ക്കട്ടെ. റെഗുലർ മിക്സി മാറ്റി നമ്മുടെ നന്നായിട്ട് മിൽക്ക് ഷേക്കും ജ്യൂസും ഒക്കെ അടിക്കാൻ പറ്റിയ ബ്ലെൻഡറിലേക്ക് മാറും. അപ്പം മിക്സിയിൽ നിന്നും നമ്മളുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ഈ ബൗളിലേക്ക് മാറ്റാം. ഇത് കെൻവുഡിൻ്റെ ആണ്, നല്ല ഒരു പ്രോഡക്റ്റാണ്, കുഴപ്പമില്ല. കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര, ഒരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. ഓക്കെ, 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര. അപ്പോൾ പൊടിച്ച പഞ്ചസാര കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണെന്നറിയോ? ഐസ്ക്രീം, സ്ട്രോബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം. അത് നല്ല ജനറസ് ആയിട്ടൊരു 3 സ്കൂപ്പ്, ഏതാണ്ട് ഒരു 300 ml ഐസ്ക്രീമാണ്. ഇതിപ്പോൾ 500 ml ആണ്. അത്രയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 300 ml ആയാലും മതി. 3 വലിയ സ്കൂപ്പ്. ഇനി വീണ്ടും നമ്മൾ ബ്ലെൻഡിങ് ആരംഭിക്കുന്നു. എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഗ്ലാസ് വയ്ക്കുന്നു. എത്ര വർഷം പഴക്കമുള്ള ഗ്ലാസ് അറിയോ? ന്യൂസിലാൻഡിൽ നിന്ന് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചാണ്. മാജിക് അവനിലെ പല എപ്പിസോഡ്സിലും ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒഴിക്കാം. നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ഫലൂഡ മിൽക്ക് ഷേക്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇടാം, ചോപ്ഡ് നട്ട്സ്. നമ്മളുടെ ഇഷ്ടത്തിനിടാം, ഇഷ്ടത്തിന്. ഇനി കുറച്ച് ഗ്ലേസ്ഡ് ചെറീസ് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ഇടാം. ഇങ്ങനെ രണ്ടിലും നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം റോസ് സിറപ്പ്, അത് ഓപ്ഷണലാണ്. റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ ആകാം. റോസ് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഉണ്ടെങ്കിൽ ഒരല്പം വേണമെന്നുണ്ടെങ്കിൽ അല്പം മുകളിലായിട്ട് ഇങ്ങനെ ടോപ്പ് ചെയ്ത് കൊടുക്കുക, അത് താഴേക്ക് പോയിക്കോളും. കാണുമ്പോൾ തന്നെ അറിയാലോ എന്താ സ്വാദെന്നറിയോ. അയ്യോ, നല്ല ബേബി പിങ്ക് കളറിലെ നമ്മുടെ ഫെലൂഡ മിൽക്ക് ഷേക്ക്. നൈസല്ലേ? ഇത് കുടിക്കാനാണെങ്കിൽ അയ്യോ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ആ ടേസ്റ്റ് എന്നറിയോ. ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. ആ സ്ട്രോബെറി പോലത്തെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രോബെറി ഐസ്ക്രീം പ്ലസ് ആ വെർമിസിലി അരഞ്ഞ് ചേർന്നപ്പോൾ വന്നൊരു സ്വാദെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. നല്ലൊരു ബേബി പിങ്ക്. സച്ച് എ റിഫ്രഷിങ് ഡ്രിങ്ക്. എന്ത് നല്ല മിൽക്ക് ഷേക്ക്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് ഷേക്കുകളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റാണിത്. എനിക്കിഷ്ടമുള്ള ഒരു മിൽക്ക് ഷേക്കുകളിലൊന്നാണ്. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ ചെറീസും നട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ എത്ര ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. അത്രയും ഇപ്പോൾ നോമ്പ് സമയത്തൊക്കെ ആണെങ്കിൽ ധാരാളമായിട്ട് ഡേറ്റ്സ്, പിസ്ത, പിന്നെന്താ ആൽമണ്ട്സ്, എല്ലാ കാര്യങ്ങളും ചേർക്കാം കേട്ടോ. കിസ്മിസ് അതെല്ലാം ചോപ്പ് ചെയ്ത് ചേർക്കാം. പിന്നെ ഈവൻ ഫിഗ്സ് ഒക്കെ ചേർക്കാമല്ലോ, അത്തിപ്പഴം അതെല്ലാം. ഭയങ്കര രസമായിരിക്കും. കുടിച്ച് നിർത്താനേ തോന്നില്ല. ഞാൻ ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷേ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ.
എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് നമ്മളുടെ ഈ എന്താണ് ഫെലൂഡ മിൽക്ക് ഷേക്ക്. ഒരു ഫെലൂഡ കഴിക്കുന്നതിൻ്റെ അത്രത്തോളം സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. ഇതിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചോപ്പ് ചെയ്തിടാം. അപ്പോൾ ഒരു ഫെലൂഡയുടെ ഒക്കെ മട്ട് കുറച്ചുകൂടി ആകും. ഓക്കെ, എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ തരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക്, കമൻറ്റ്, പിന്നെന്താ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. കുടിച്ച് തീർക്കാൻ പോവാം.